നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പൈപ്പ് ലൈനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് അതിനകത്ത് തന്നെ വരുന്ന ഡിഫറെന്റ് ഹസാർഡ്സ് ഉണ്ട്. അപ്പോൾ ഡാറ്റ ഹസാർഡിൽ വരുന്ന റീഡ് റൈറ്റ് ഹസാർഡ്, റൈറ്റ് റീഡ് ഹസാർഡ്, റൈറ്റ് റൈറ്റ് ഹസാർഡ്, ഇത് ഒരു എക്സാമ്പിൾ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ മുന്നേ ജസ്റ്റ് പൈപ്പ് ലൈനിങ് എന്താ, ജസ്റ്റ് ഹസാർഡ് എന്താണെന്ന് ഒന്ന് ഓടിച്ചു പറയാം. അപ്പോൾ ഫസ്റ്റ് പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓരോ മെഷീൻ സൈക്കിളിലാണല്ലോ. അപ്പോൾ ഓരോ മെഷീൻ സൈക്കിളിലും അതിന്റെ ഓരോ കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പുകൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കും, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതിന്റെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓരോ സ്റ്റെപ്പും ഒരു ഇൻസ്ട്രക്ഷൻ എത്ര ടാസ്ക് ചെയ്യാനുണ്ടോ ആ ടാസ്ക് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് ദെൻ അടുത്ത ഇൻസ്ട്രക്ഷന്റെ ടാസ്ക് എക്സിക്യൂട്ട്, അതിന്റെ അടുത്ത ഇൻസ്ട്രക്ഷന്റെ ടാസ്ക് ഒക്കെ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കും. അതിന് പകരം പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ്, മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സെയിം ക്ലോക്ക് പൾസിൽ ഓവർലാപ്പ് ചെയ്തിട്ട് അതിന്റെ ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേജസ്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്റ്റേജസ് എന്തെങ്കിലുമൊക്കെ ഓവർലാപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 5 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ 0, 1, 2, 3, 4 അങ്ങനെ 5 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അത് ഓരോ ഇൻസ്ട്രക്ഷനും T0, T1, T2, T3, T4 എന്ന് പറഞ്ഞ 5 ടാസ്കിലൂടെ കടന്നു പോകണം. അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷനും അതേപോലെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം, ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, മെമ്മറി ആക്സസ് ചെയ്യണം, റൈറ്റ് ബാക്ക് ചെയ്യണം. അപ്പോഴേ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഇതിനെ ഓവർലാപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മെഷീൻ സൈക്കിളിൽ തന്നെ ഒന്നിലധികം ടാസ്കുകൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷനിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് സീക്വൻഷ്യലി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ 0th ഇൻസ്ട്രക്ഷൻ ചെയ്യണു, അത് കഴിഞ്ഞിട്ടേ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ടേ സെക്കൻഡ് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എവിടെയൊക്കെ ഓവർലാപ്പിംഗ് പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഒരു ഫെച്ചിങ് യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ 0 അത് ഫെച്ച് ചെയ്തു. ദെൻ അടുത്ത മെഷീൻ സൈക്കിളിൽ പിന്നെ എന്ത് ചെയ്യാം, ഈ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാം, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാം. പക്ഷെ പിന്നെ അടുത്ത ഇൻസ്ട്രക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു ഡീകോഡ് യൂണിറ്റ് ഒരു ഫെച്ച് യൂണിറ്റ് ഉള്ളൂ. എക്സിക്യൂഷൻ ചെയ്യണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം, ഡേറ്റ ഫെച്ച് ചെയ്യണം, ഡീകോഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തേർഡ് സൈക്കിളിലാകുമ്പോഴത്തേക്കും 0th ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഓർഡറിൽ നോക്കുമ്പോൾ T4th മെഷീൻ സൈക്കിൾ ആവുന്ന സമയത്ത് പിന്നെ ഫസ്റ്റ് 0th ഇൻസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞു, റൈറ്റ് ചെയ്യാം. ആ സമയം ഇൻസ്ട്രക്ഷൻ 1ന് മെമ്മറി ആക്സസ് ചെയ്യാം, ഇൻസ്ട്രക്ഷൻ 2 എക്സിക്യൂട്ട് ചെയ്യാം, ഇൻസ്ട്രക്ഷൻ 3 ഡീകോഡ് ചെയ്യാം, ഇൻസ്ട്രക്ഷൻ 4 സെറ്റ് ചെയ്യാം. അതായത് 5 ടാസ്ക് ആണുള്ള 5 യൂണിറ്റും ഉണ്ട്. അപ്പോൾ 5 യൂണിറ്റ് സെപ്പറേറ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ 5 ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യങ്ങൾ അതിന് ചെയ്യാനും പറ്റും. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെ പൈപ്പ് ലൈനിങ്ങിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതല്ലാതെ വേറെ കുറച്ച് ഡിലേ അല്ലെങ്കിൽ സ്റ്റോളിങ് അല്ലെങ്കിൽ ഹസാർഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്താണ് ഹസാർഡ്സ് എന്നാണ് പറയണത്. അപ്പൊ ഇവിടെ പിന്നെ പല രീതിയിലുള്ള ഹസാർഡ്സ് ഉണ്ട്. കൺട്രോൾ ഹസാർഡ്, ഡേറ്റ ഹസാർഡ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഹസാർഡ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഒരുപാടുള്ള രീതിയിലുള്ള ഹസാർഡ്സ് ഉണ്ട്, അത് പഠിക്കണം. അപ്പൊ ഞാൻ എല്ലാത്തിലേക്കും പോകുന്നില്ല, ജസ്റ്റ് ഹസാർഡ് എന്താണെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇനിയിപ്പോ ഒരു 5 ട്രെയിൻ ഓടുന്നുണ്ട്. 5 ട്രെയിൻ ഓടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ട്രെയിൻ കടന്നുപോയി, അത് രണ്ടാമത്തെ ഓരോന്നും അത് കഴിഞ്ഞിട്ടേ കടന്നു പോകാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ട്രെയിൻ, സെക്കൻഡ് ട്രെയിൻ അങ്ങനെ. അപ്പൊ രണ്ടാമത്തെ ട്രെയിന് ഒരു 2 മണിക്കൂർ ഡിലേ വന്നു. ആ ഒരു ഡിലേ, ഈ 2 മണിക്കൂർ ഡിലേ എന്ന് പറയുന്നത് അപ്പം മൂന്നാമത്തെ ട്രെയിനും ഡിലേ ആവും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ അറ്റിന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയും ഡിലേ വരും 2 മണിക്കൂർ. 4ാമത്തെ ട്രെയിനും 2 മണിക്കൂർ ഡിലേ വരും. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു 2 മണിക്കൂർ ഡിലേ എല്ലാത്തിനെയും എഫക്ട് ചെയ്യും. എല്ലാ ട്രെയിനും വൈകി ഓടുള്ളൂ അല്ലെ. അപ്പൊ അതേപോലെയാണ് ഇവിടെയും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു, മെമ്മറി റൈറ്റ് ബാക്ക് അല്ലെ. ആ സമയം തന്നെ ഫസ്റ്റ് മെഷീൻ സൈക്കിളില് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നുള്ളൂ, രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. രണ്ടാമത്തെ മെഷീൻ സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്തു, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ബട്ട് മൂന്നാമത്തെ മെഷീൻ സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാം, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാം. പക്ഷെ അതിവിടെ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യണമെങ്കിൽ ഡേറ്റ അവൈലബിൾ ആവണം. എന്തോ ഡിലേ കാരണം അവിടെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാനുള്ള ഡേറ്റ കിട്ടിയില്ല. അപ്പൊ അവിടെ 2 ക്ലോക്ക് സൈക്കിളിൽ ഒന്നും നടക്കുന്നില്ല രണ്ടാമത്തെ ഇൻസ്ട്രക്ഷന്. അപ്പൊ
അപ്പൊ അതുകൊണ്ട് അവിടെ 2 മെഷീൻ സൈക്കിൾ സ്റ്റോൾ വന്നു. അതിനെയാണ് പൈപ്പ് ലൈൻ സ്റ്റോളിംഗ് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഹസാർഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2 ഡിലേ എന്ന് പറയുന്നത് 2 മെഷീൻ സൈക്കിൾ സ്റ്റോളിംഗ് എന്ന് പറയുന്നത് സബ്സീക്വന്റ് ആയിട്ട് വരുന്ന ഓരോ ഇൻസ്ട്രക്ഷനും ബാധിക്കും. ഇങ്ങനെയുള്ള ഒരു പൈപ്പ് ലൈനിലുള്ള പ്രോബ്ലത്തിനാണ് പൈപ്പ് ലൈൻ ഹസാർഡ്സ് അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഹസാർഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ പ്രോബ്ലം എന്ന് പറയുന്നത്, ഡിലേ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റോളിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഡേറ്റ ഹസാർഡ് ഉണ്ട്, ഡേറ്റ അവൈലബിൾ ആവാത്തതുകൊണ്ട് ഡിലേ വരുന്നത്. കൺട്രോൾ ഹസാർഡ് ഉണ്ട്, അതേപോലെ സ്ട്രക്ചറൽ ഹസാർഡ് ഉണ്ട്, എന്തെങ്കിലും ഹാർഡ്വെയർ ഡിവൈസ് ഡിലേ കാരണം അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഡേറ്റ ഹസാർഡ്, ഡേറ്റ അവൈലബിൾ ആവാത്തതുകൊണ്ട് എന്തെങ്കിലും ഹസാർഡ് വന്നിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ഹസാർഡ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒരു 3-4 തരത്തിലുള്ള ഹസാർഡ്സ് കാണാം. ഡേറ്റ ഹസാർഡ്സ് ആണ് RAW, റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്, റൈറ്റ് ആഫ്റ്റർ റീഡ് ഹസാർഡ്, റൈറ്റ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്. അപ്പൊ നമുക്ക് ഇത് മൂന്നും ഒരു എക്സാമ്പിൾ ആണ് ചോദിക്കുക, ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറയാ. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലുള്ളൊരു ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ ഞാൻ നോക്കി, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ S1 ലോഡ് A,R1, അതായത് മെമ്മറി ഓഫ് എയിലുള്ള മെമ്മറിയിലെ ഡേറ്റ രജിസ്റ്റർ R1 ലോഡ് ചെയ്തു. രണ്ടാമത്തെ S2 പറഞ്ഞ ഇൻസ്ട്രക്ഷനിലെ ആഡ് R1, R2, അതായത് R2 R1ഉം R2 ആഡ് ചെയ്തിട്ടു. S3 എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ മൂവ് R3, R1, അതായത് R1 R3 ലോഡ് ചെയ്തു, ദെൻ മൂവ് ചെയ്തു. ഫോർത്ത് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ R1, B, ഫൈനൽ റിസൾട്ട് R1 മെമ്മറി ഓഫ് ബിയിലേക്ക് റൈറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഒരു 4 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, പൈപ്പ് ലൈനിങ്ങിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ വരാൻ പോകുന്ന ഡേറ്റ ഹസാർഡ്സ് ഏതൊക്കെയാണ്? ഡേറ്റ ഹസാർഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഡേറ്റ ഹസാർഡ് ഏതൊക്കെയാണ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ്, സ്റ്റേറ്റ്മെന്റ് 1, 2, 3, 4 അല്ലേ ഇൻസ്ട്രക്ഷൻസ്, അതിൽ ഏതിലൊക്കെയാണ് ഹസാർഡ് ഉള്ളത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റീഡ് റൈറ്റ് ഹസാർഡ്. അപ്പൊ റീഡ് റൈറ്റ് ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് റീഡ് റൈറ്റ് അല്ല, റീഡ് ആഫ്റ്റർ റൈറ്റ്. റീഡ് ആഫ്റ്റർ റൈറ്റ്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഒരു മെമ്മറിയിലേക്കോ രജിസ്റ്ററിലേക്കോ റൈറ്റ് ചെയ്തതിന് ശേഷം ആ സെയിം രജിസ്റ്ററോ മെമ്മറിയോ റീഡ് ചെയ്യുന്ന അവസ്ഥയിൽ ചിലപ്പോൾ അവിടെ ഹസാർഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാ പറയണേ. റീഡ് ആഫ്റ്റർ റൈറ്റ്, അതായത് ഒന്നിലേക്ക് റൈറ്റ് ചെയ്തതിന് ശേഷം ആ സെയിം സാധനം തൊട്ടടുത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരാനുള്ള ചാൻസ് ഹസാർഡിനെയാണ് എന്ന് പറയുന്നത് റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്. അപ്പൊ നമ്മളെ ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻ ഇല്ലേ, അതിനകത്ത് S1, S2 രണ്ട് സ്റ്റേറ്റ്മെന്റിലും S1, S2 ആ ഒരു റോ ഹസാർഡ് ഉണ്ട്, S3, S4 ഉണ്ട്, S1, S4 ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം S1, S2 എടുക്കാണ്. അപ്പൊ S1, S2 എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ലോഡ് A,R1, S2 ഇൻസ്ട്രക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആഡ് R1, R2 എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, ലോഡ് A,R1 എന്ന് പറഞ്ഞാൽ നടക്കുന്നത് മെമ്മറി ഓഫ് എയിലുള്ള ഡേറ്റ R1 രജിസ്റ്ററിലേക്ക് ലോഡ് ആക്കുകയാണ്. അപ്പൊ അതൊരു റൈറ്റിംഗ് അല്ലേ, മെമ്മറി രജിസ്റ്റർ R1 അപ്ഡേറ്റ് ആവുമല്ലേ, അതൊരു റൈറ്റിംഗ് ആണ്. അപ്പൊ R1 കേസിൽ അവിടെ S1 സ്റ്റേറ്റ്മെന്റ് 1 അവിടെ എന്തായിപ്പോയി, R1 റൈറ്റിംഗ് നടത്തി. ദെൻ രണ്ടാമത്തെ സബ്സിക്വന്റ് ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ സ്റ്റേറ്റ്മെന്റ് 2 ആഡ് R1, R2. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്, ഈ നേരത്തെ റൈറ്റ് ചെയ്ത R1 എന്ന് പറയുന്ന മെമ്മറി ഇവിടെ റീഡ് ചെയ്യാണ്. അപ്പൊ അതാണ് പറയുന്നത് S1 റൈറ്റ് ചെയ്തു, ദെൻ ആഫ്റ്റർ ദാറ്റ് R1 റീഡിങ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് S2. അതുകൊണ്ടാണ് റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയുന്നത്. റൈറ്റിംഗ് R1 നടത്തിയതിന് ശേഷം റീഡിങ് R1 നടക്കുകയാണ് അടുത്ത ഇൻസ്ട്രക്ഷനില്. അപ്പൊ ഇവിടെ എങ്ങനെ നമുക്ക് റോ ഹസാർഡ് മനസ്സിലാക്കാം? ഫസ്റ്റ് കാണുന്ന ഇൻസ്ട്രക്ഷനില് പിന്നെ ഡെസ്റ്റിനേഷൻ ഓപ്പറന്റ് ആയിട്ട് വരുന്നതിന് അടുത്ത സബ്സിക്വന്റ് ആയിട്ട് വരുന്ന എത്ര ഇൻസ്ട്രക്ഷൻ ഉണ്ടോ അതിലൊക്കെ പിന്നെ സോഴ്സ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം, റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതേപോലെ തന്നെ ഇനി ഏതൊക്കെ സ്റ്റേറ്റ്മെന്റിലുണ്ട് നോക്കണം. ഇനി അടുത്തത് S1, S4 ഇതേപോലെ റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാലോ.
ലോഡ് എ കോമ R1 അല്ലെ, റൈറ്റിംഗ് നടത്തി ടു രജിസ്റ്റർ R1ലേക്ക്, ദെൻ സ്റ്റോർ R1 കോമ ബി. അപ്പൊ എന്താ ചെയ്യാ, സ്റ്റോർ R1 കോമ ബി എന്ന് പറഞ്ഞാൽ എന്താ നടക്കണേ, R1ലുള്ള ഡേറ്റ ബി എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാം. മെമ്മറിയിലേക്ക് മൂവ് ചെയ്യുന്നതിന് സ്റ്റോർ ചെയ്യാന്നും പറയും, പിന്നെ മെമ്മറിയിൽ നിന്ന് എടുക്കുന്നതിന് ലോഡ് ചെയ്യാന്നും പറയും. അപ്പൊ ഇവിടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് സ്റ്റോർ R1 കോമ ബി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ റീഡ് ചെയ്ത R1, രണ്ടാമത്തതിനകത്ത് ഡെസ്റ്റിനേഷൻ ആയിരുന്ന R1 രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനിൽ സോഴ്സ് രജിസ്റ്റർ അല്ലെങ്കിൽ ഓപ്പറന്റ് ആയിട്ട് വന്നു അല്ലെ. അപ്പോ അത് റീഡ് ആഫ്റ്റർ റൈറ്റ് ആണ് അല്ലെ. ഫസ്റ്റ് റൈറ്റ് നടത്തിയതിനു ശേഷം റീഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഏത് S1 ഏതിലൊക്കെയാണ് റീഡ് ആഫ്റ്റർ റൈറ്റ്, ഏതൊക്കെയാണ് റൈറ്റ് ആഫ്റ്റർ റീഡ് എന്നാണ് എഴുതേണ്ടത്. സെയിം S3 S4 നോക്കിയേ, മൂവ് R3 കോമ R1. ഇപ്പൊ എന്ത് ചെയ്യുന്നു, R3യിലുള്ളതിനെ R1ലേക്ക് റൈറ്റിംഗ് ആണ് നടത്തണേ അല്ലെ, മൂവ് ചെയ്തു. ദെൻ സ്റ്റോർ R1 കോമ ബി, സെയിം R1നെ ആ റീഡ് ചെയ്തപ്പോഴ R1 ഇവിടെ യൂസ് ചെയ്തിട്ട് ബിയിലേക്ക് റൈറ്റ്, R1നെ റീഡ് ചെയ്യുന്നു അല്ലെ, R1 ടു ബി, R1നെ റീഡ് ചെയ്തിട്ട് ബിയിലേക്ക് റൈറ്റ് ചെയ്യും. പക്ഷെ ബിനെ സംബന്ധിച്ചുള്ള റൈറ്റിംഗും R1നെ സംബന്ധിച്ചുള്ള ഇവിടെ റീഡിംഗും ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഇങ്ങനെ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിലാണ്. അപ്പൊ S1 S2 S1 S4 S3 S4 ഇവിടെയാണ് നമുക്ക് റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ് വരുന്നത്. ഇങ്ങനെ നോക്കിയാൽ മതി. ഫസ്റ്റ് വരുന്ന ഇൻസ്ട്രക്ഷന്റെ ഡെസ്റ്റിനേഷൻ ഓപ്പറന്റ് സബ്സിക്വന്റ് ആയിട്ട് വരുന്ന ഇൻസ്ട്രക്ഷനിൽ സോഴ്സ് ഓപ്പറന്റ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ എന്തുണ്ട്, റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് സെയിം ഇത് തന്നെയാണ് റൈറ്റ് ആഫ്റ്റർ റീഡ്. അപ്പൊ ഇനി നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. റൈറ്റ് ആഫ്റ്റർ റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും, റീഡ് ചെയ്തതിന് ശേഷം റൈറ്റ് ചെയ്യുക. അപ്പൊ നമ്മളത് എങ്ങനെയാ എഴുതുക, റീഡ് ചെയ്തതിന് ശേഷം റൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ റീഡ് ചെയ്യുന്നത് സോഴ്സ് ഓപ്പറന്റും റൈറ്റ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷൻ ഓപ്പറേറ്റർ ആയിട്ടാണല്ലോ വരിക അല്ലെ. ഈക്വൽ ടു ബി എന്ന് പറയുമ്പോൾ എയിലേക്കാണ് റൈറ്റ് ചെയ്യുന്നത്, അപ്പൊ എ ഡെസ്റ്റിനേഷനും ബി എന്താണ് സോഴ്സും ആണ്. അപ്പൊ അതേപോലെ ഇവിടെ ആഡ് R1 കോമ R2. അപ്പൊ R1നെ സംബന്ധിച്ചുള്ള റീഡിംഗ് ആണ്. നെക്സ്റ്റ് മൂവ് R3 കോമ R1. അപ്പൊ ഇവിടെ രണ്ടാമത്തേതിനകത്ത് എന്താ ചെയ്യുന്നത്, ആ നേരത്തെ റീഡ് ചെയ്ത അതേ സാധനം റൈറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെയും ഹസാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അതിനാണ് റൈറ്റ് ആഫ്റ്റർ റീഡ് ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് എന്തായിരിക്കും, റൈറ്റ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും റൈറ്റ് ചെയ്യുക. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇവിടെ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് വരുന്നത് S1 S3യിലാണ്. അപ്പൊ S1 S3യിൽ നോക്കി, S1 S1 ലോഡ് ചെയ്യുക കോമ R1, ആ സെയിം R1ലേക്ക് തന്നെ വീണ്ടും മൂവ് R3 കോമ R1. അപ്പൊ റൈറ്റ് ആഫ്റ്റർ റൈറ്റില് R1 എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ആയിട്ട് വരുന്ന എങ്ങനെ എല്ലാ ഇൻസ്ട്രക്ഷനിലും സെയിം ഡെസ്റ്റിനേഷൻ ഓപ്പറന്റ് വരികയാണെങ്കിൽ അവിടെ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ് ഉണ്ട്. ഇനി അതേപോലെ റൈറ്റ് ആഫ്റ്റർ റീഡില് നമ്മളത് പറഞ്ഞില്ലല്ലോ. ഫസ്റ്റ് എന്താണ്, ആഡ് R1 കോമ R2 അല്ലെ. ഫസ്റ്റ് സോഴ്സ് ഓപ്പറന്റ് ആയിട്ട് വരുന്നത്, പിന്നെ ഡെസ്റ്റിനേഷൻ ഓപ്പറന്റ് ആയിട്ട് വരിക. ഓക്കെ, ഇത് ഇങ്ങനെയാണ് മൂന്ന് ഹസാർഡ്സിനെയും ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.